ബസ് ചാർജും വിദ്യാർത്ഥി കൺസെഷൻ ചാർജും വർദ്ധിപ്പിക്കുക, ഡീസൽ സബ്സിഡി ലഭ്യമാക്കുക, നികുതികൾ പൂർണ്ണമായും ഒഴിവാക്കുക, KSRTCയുടെ പ്രിയദർശിനി സൗജന്യ സർവീസ് എല്ലാ ജില്ലകളിലും ആനുപാതികമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി തിരുവനന്തപുരം ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സമരരംഗത്തേക്ക്. സർക്കാർ കൊണ്ടുവന്ന പ്രിയദർശിനി സർവീസ് തൊഴിലാളികൾക്കോ ബസ് ഓണർമാർക്കോ ബുദ്ധിമുട്ട് ആണെങ്കിൽ പോലും നമ്മളത് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നില്ല. കാരണം അത് സർക്കാരിൻ്റെ നയപരമായ ഒരു കാര്യമാണ്. പക്ഷേ അത് നടപ്പിലാക്കിയപ്പോൾ പ്രൈവറ്റ് ബസ്സിനെ എങ്ങനെ ബാധിക്കും എന്നൊരു അന്വേഷണം നടത്താതെയാണ് ഇത് നടത്തിയത്. ഇത് ഇപ്പം നടത്തി വന്നപ്പോൾ പ്രൈവറ്റ് ബസ്സിനെ ആണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. കാര്യം ഏറ്റവും കൂടുതൽ സ്ത്രീ യാത്രക്കാരാണ് നമ്മുടെ പ്രൈവറ്റ് ബസ്സുകളിൽ കയറുന്നത്. ആ സ്ത്രീ യാത്രക്കാർ ഭൂരിഭാഗവും ഈ പ്രിയദർശിനി സർവീസിലേക്ക് മാറുകയും ഈ ബസ് സർവീസ് നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്ന് നമുക്ക് തൊഴിലാളികൾക്കും അത് ബോധ്യമായി. അത് ആ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അങ്ങനെ വന്നതിൻ്റെ പേരിൽ അവർ ജീപ്പാൻ കൊടുക്കുകയും ആ ജീപ്പാൻ കൊടുത്തപ്പോൾ ഇപ്പോൾ ഓണമാണ്, തൊഴിലാളികളുടെ ഓണമായിട്ട് അവർ മറ്റു ജോലിയൊന്നും ചെയ്യാതെ ഇതിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ ഈ തൊഴിലാളികൾക്ക് ഓണത്തിന് പട്ടിണിയാവും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുകയും ഓണം വരെ ഈ ജീപ്പാൻ കൊടുത്തിരിക്കുന്നത് പിൻവലിക്കണമെന്ന് പറയുകയും അവരത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഓണം കഴിഞ്ഞിട്ടും ഇത് സർക്കാർ ഒരു അടിയന്തര സാഹചര്യം മനസ്സിലാക്കി ഒരു അടിയന്തര തീരുമാനം എടുത്തില്ലെങ്കിൽ തൊഴിലാളികളും ബസ് ഓണേഴ്സും ഒരുമിച്ച് സമരപാതയിലേക്ക് നീങ്ങേണ്ട സാഹചര്യം വന്നു ചേരും. KSRTCയിൽ പ്രിയദർശിനി സൗജന്യ യാത്ര ആരംഭിച്ചതോടെ സ്വകാര്യ ബസ്സുകളിൽ ഭൂരിഭാഗവും നഷ്ടത്തിലാണ് സർവീസ് നടത്തുന്നതെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ആറ്റിങ്ങലിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ബസ് ഉടമകൾ ആരും എതിരല്ല, നല്ല കാര്യം തന്നെയാണ്. വിദ്യാർത്ഥികൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ്സിൽ യാത്രക്കാരെത്തുന്ന സ്ത്രീകളാണ്. ഈ സ്ത്രീകളെല്ലാമാണ് ഇപ്പോൾ പ്രിയദർശിനി സൗജന്യ യാത്രയിലൂടെ KSRTCയിലോട്ട് പോകുന്നത്. ഇത് കാരണം നമുക്ക് സർവീസ് നടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. ഏതാണ്ട് 10 രൂപയോളം അടുപ്പിച്ച് ഡീസലിന് വില കൂടി, അതിനോടനുബന്ധിച്ച് ടയർ ബാക്കി എല്ലാ പാർട്സുകൾക്കും വില കൂടിയൊരു സമയമാണിപ്പോൾ. എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് നമ്മൾ ഈ 1-ാം തീയതി മുതൽ സമരത്തിലോട്ട് നീങ്ങാൻ തീരുമാനിച്ചത്. ആ സമരവുമായി മുന്നോട്ട് പോകാനിരിക്കുമ്പോഴാണ് തൊഴിലാളികളുടെ അഭ്യർത്ഥന മാനിച്ച് ഈ സമരം നടത്തരുത് എന്ന് അവരുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മൾ സമരം പിൻവലിക്കാമെന്നില്ല, സമരം മാറ്റിവെക്കാമെന്ന് തീരുമാനിച്ചു. ഓണം കഴിഞ്ഞിട്ട് ഇതിന് തീരുമാനം ഉണ്ടാകാത്ത പക്ഷം സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെക്കാനാണ്, തൊഴിലാളി സംഘടനകളോട് ചേർന്ന് സർവീസ് നിർത്തിവെക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നിത്യവുമുള്ള നഷ്ടം കാരണം G-ഫോം നൽകി പല ബസ്സുകളും സർവീസ് റദ്ദാക്കിയെങ്കിലും തൊഴിലാളികളുടെയും സംഘടനകളുടെയും അഭ്യർത്ഥന അനുസരിച്ച് ഈ വരുന്ന ഓണക്കാലത്തെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സർവീസ് തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. ആറ്റിങ്ങൽ, വെഞ്ഞാറമൂട്, ചിറയിൻകീഴ്, വർക്കല, കിളിമാനൂർ മാത്രം ഉൾപ്പെടുന്നതാണ് ആറ്റിങ്ങലത്തെ പ്രൈവറ്റ് സെക്ടർ. അവിടെ തന്നെയാണ് 250ഓളം ബസ്സുകൾ സർവീസ് നടത്തുന്നത്. നമ്മൾ ഏതാണ്ട് 10 സ്റ്റാൻഡിലെ ബസ്സുകൾ ആറ്റിങ്ങൽ വരുന്നുണ്ട്. ഡിപ്പോള 10 ഡിപ്പോള, അത് വേണമെങ്കിൽ പറയാം. ആറ്റിങ്ങല് KSRTC ആറ്റിങ്ങൽ, വെഞ്ഞാറമൂട്, കിളിമാനൂര്, പാലോട്, കുളത്തൂപ്പുഴ, നെടുമങ്ങാട്, കണിയാപുരം, ചാത്തന്നൂർ, ചടയമംഗലം, വിതുര, ഈ 10 ഡിപ്പോയിലെ ഓണറി ബസ്സുകൾ ആറ്റിങ്ങൽ വഴിയാണ് ഓടുന്നത് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് ഈ ചെറിയ ഒരു പോർഷനായ ആറ്റിങ്ങക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് നടത്തിക്കൊണ്ടുപോകാൻ ഒരു മാർഗമില്ല. ഇത് നിർത്തിവെക്കുകയല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഓണം കഴിഞ്ഞിട്ട് ഇത് കൂട്ടായിട്ട് തൊഴിലാളികളുടെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഗൗരവമായ ഒരു സമര പരിപാടിയിലോട്ട് പോയില്ലെങ്കിൽ ഇത് പൂർണ്ണമായി നിന്നുപോയി, വ്യവസായം നിന്നുപോകും. ഇനിയും നടക്കുന്ന ചർച്ചകളിൽ ഉചിതമായ തീരുമാനം ആയില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. പ്രത്യേകിച്ച് ഈ ഒരു പത്രസമ്മേളനം വിളിക്കാനുണ്ടായ പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത്, ഞങ്ങളിപ്പോൾ ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത ഒരു പ്രിയദർശിനി ബസ് ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഇത് നടത്താനുള്ള ഒരു അസൗകര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, 10 രൂപയോളം ഡീസലിന് വില കൂടുകയും അതിനനുബന്ധമായിട്ട് ഈ ചാർജ് കൂടുകയും ഈ എല്ലാ കാര്യങ്ങളും ഡീസൽ, ഓയില്, മറ്റു വർക്ക്ഷോപ്പ് കാര്യങ്ങളിലും സ്പെയർ പാർട്സ് എല്ലാം കൂടിയതിൻ്റെ പേരിൽ നമുക്കിത്
തീരെ നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ജോലിക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ ദൈനംദിനം ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലാണ്. അങ്ങനെയാണ് ഇപ്പം ഞങ്ങളൊരു കുറച്ച് വണ്ടികൾ ജീഫാം കൊടുത്തിട്ടുണ്ട്. ജീഫാം കൊടുത്തതെന്ന് പറഞ്ഞാൽ ജീഫാം കൊടുത്തപ്പോൾ തൊഴിലാളികൾക്കും ഞങ്ങൾക്കും വരുമാനമില്ല, തൊഴിലാളികൾക്കും ഇതിന്റെ ഗുണം കിട്ടാത്ത ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് ഞങ്ങളിത് നിർത്താനായിട്ട് നിർബന്ധിതമായിട്ടാണ് ഈ ജീഫാം കൊടുക്കേണ്ടി വന്നത്. അതിപ്പോ ഞങ്ങളെ തൊഴിലാളി സംഘടനകളെ മിസ്റ്റർ അജിയും അവരുടെ തൊഴിലാളികളൊക്കെ റിക്വസ്റ്റ് ചെയ്തതിന്റെ പേരിൽ അജി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോ ഇത് കൊടുത്തതിന്റെ പേരിൽ റിക്വസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഇത് 31-ാം തീയതി 30-ാം തീയതി ആയിട്ട് ഈ ഫോം വിഡ്രോ ചെയ്തിട്ട് നമുക്ക് വണ്ടി ഓണം വരെ ഓടിക്കുക എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അത് കാരണം അതിനു വേണ്ടിയിട്ട് നമ്മളൊരു പത്രസമ്മേളനം വിളിച്ചതാണ്. അത് ഒഫീഷ്യലായിട്ട് നിങ്ങളെ കൊണ്ട് അറിയിക്കുന്നതാണ്. ഓണം കഴിഞ്ഞാൽ ഞങ്ങൾ ഈ രീതിയിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് അനുകൂലമായി എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടായില്ല എങ്കിൽ, നടത്തത്തക്ക ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നില്ല ഉണ്ടെങ്കിൽ തൊഴിലാളിയും മുതലാളിയും കൂടെ ചേർന്ന് അനിശ്ചിതകാലത്തേക്ക് ഒരു സമരം പ്രഖ്യാപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ മുന്നോടി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഈ ജീഫം നമ്മൾ കൊടുത്തതും അത് വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചതും. തൊഴിലാളികളുടെ റിക്വസ്റ്റ് കാരണം ഓണമായിട്ട് എല്ലാവരും പട്ടിണിയാവും. ഓണർ മാത്രമല്ല തൊഴിലാളിയും പട്ടിണിയാവും. അതിന് അനുബന്ധമായിട്ടുള്ള ഒരുപാട് തൊഴിലാളികളുണ്ട്, എല്ലാം പട്ടിണിയാവുണ്ട് ആയി പോവും. ഓണത്തിന് നമുക്ക് അങ്ങനെ ഒരു റിക്വസ്റ്റ് വരുത്താൻ ഇവിടുത്തെ യൂണിയൻ അജി അവരുടെ തൊഴിലാളി സംഘടനകൾ നമ്മുടെ റിക്വസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് ഇതിപ്പോൾ പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആറ്റിങ്ങലിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ തിരുവനന്തപുരം ജില്ലാ പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KM സലിം, ജോയിന്റ് സെക്രട്ടറി അജി M സലിം, വൈസ് പ്രസിഡന്റ് ഷാജഹാൻ, മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി അജി പള്ളിയറ, പ്രസിഡന്റ് വിവേക് തുടങ്ങിയവർ പങ്കെടുത്തു. ഏകദേശം 2000 മുതൽ 4000 വരെ കളക്ഷനിൽ കുറവ് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഒരു കാരണവശാലും മുമ്പോട്ട് പോകാൻ വയ്യാത്തൊരു അവസ്ഥയിലാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. ആറ്റിങ്ങില് സ്റ്റാർട്ടിങ് വരുന്ന 250ഓളം ബസ് സർവീസ് കുറവാണ്. അപ്പൊ അതിന് ആനുപാതികമായി ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത് പൂർണ്ണമായി നിർത്തിവെക്കേണ്ട അവസ്ഥ വരും. അത് 2022 തോന്നുന്നു ആണ് അവസാനമായി ബസ് ചാർജ് വർദ്ധിച്ചത്. അതിനുശേഷം ക്രമാതീതമായി ഡീസലിന്റെ വിലയും പാഴ്സിന്റെ വിലയും ടയറിന്റെ വിലയും ചേസിന്റെ വിലയൊക്കെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ബസ് ചാർജ് വർധന അടക്കം ടാക്സ് പൂർണ്ണമായി ഒഴിവാക്കി തരണം, ഡീസൽ സബ്സിഡി തരണം, ഈ പ്രിയദർശിനി ബസ്സുകൾ തുല്യമായി വീതിക്കണം. അത് ഞങ്ങൾ ആവശ്യപ്പെടാൻ കാരണം ഏറ്റവും കൂടുതൽ പ്രിയദർശിനി സർവീസ് ഉള്ളത് ട്രിവാൻഡ്രം, കൊല്ലം ജില്ലകളിലാണ്. അപ്പോൾ അത് ട്രിവാൻഡ്രത്ത് ഏതാണ്ട് 650ഓളം പ്രിയദർശിനി ഓർഡിനറി ബസ് ഉണ്ടെന്നാണ് അറിവ്. കൊല്ലത്തും ഏതാണ്ട് അതുപോലെയുണ്ട്. കൊല്ലത്തും ട്രിവാൻഡ്രത്തുമാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. അത് തുല്യമായി എല്ലാ ജില്ലകളിലും വിധിച്ചു കൊടുത്താലും നമ്മുടെ കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയും. തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.